ശങ്കരൻ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഒരുപക്ഷെ വിജയരാഘവൻ ചേട്ടന് ഒരു അവാർഡ് കൂടെ കിട്ടണമെന്നുള്ളൊരു മോഹം പലർക്കും ഉണ്ടായിരുന്നു. ചേട്ടൻ എങ്ങനെയായിരുന്നു സങ്കല്പിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, സന്തോഷം തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ എന്താ അറിയാം, ഈ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ചില സമയമുണ്ട്. ഞാൻ ചെറാടിക്കറി അഭിനയിച്ചപ്പോൾ അതിന് ക്രിട്ടിക്സ് അവാർഡ് കിട്ടി. അപ്പം എല്ലാം ഉത്തോണം ക്രിട്ടിക്സ് അവാർഡ് കിട്ടണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുവല്ലേ. അതിനു മുമ്പൊന്നും നമുക്കൊന്ന് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലില്ല. ഇതൊക്കെ വളരെ അകലെയുള്ള സാധനമായിട്ടാണ് കാണുന്നത്. കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ദേശാടനം, കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പിന്നെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്, എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. ദേശാടനത്തിന് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇപ്പം ചോദിക്കാറുണ്ട് പലരും. ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹിച്ചിരുന്ന സമയമുണ്ട്. അപ്പം കിട്ടാത്ത പിന്നെ നമുക്ക് അതിനെപ്പറ്റി അത് നമ്മുടെ വിഷയമേ അല്ലാതാണ്. അത് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമേ അല്ല. പിന്നെ അതിനപ്പുറമായിട്ട് പ്രേക്ഷകൻ നമ്മളെ അത് പറയുകയും കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുകയും അതൊരു വലിയ കിട്ടൽ പോലെ തന്നെയാണ്. നിങ്ങൾ ഡിസർവിങ് ആണെന്ന് ഒരു 5 പേര് അല്ലെ 10 പേര് കമ്മിറ്റി തീരുമാനിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് പ്രേക്ഷകൻ നമ്മളോട് ഇത് ചെയ്യല്ലേ. ഇപ്പം കിഷ്കിന്ധാകാന്ഡം സിനിമ വന്നിട്ട് തന്നെ എത്രയോ പേരാ വിളിക്കുന്നത്. അപ്പം അതൊരു വലിയ, അതിനേക്കാട്ടിലും വലിയ അവാർഡ് എന്താ ഉള്ളത്? അപ്പം ഞാൻ പറഞ്ഞത് അതിനെ പുച്ഛിച്ചോണ്ട് പറയല്ല, മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന സമയത്ത് അതില്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു ഇത് തോന്നുകയല്ല. എന്നെ സംബന്ധിച്ചാൽ പറയാ, അത് മോശം എന്നല്ല പറയാം. ഇപ്പം ഒരു കുട്ടി ഒരു പൂച്ചെണ്ട് തരുന്നത് പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഒരാൾ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. സന്തോഷമില്ലെന്നല്ല, അപ്പോൾ ആളെന്നൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യത്തിന്. പക്ഷേ അതിനെപ്പറ്റി അങ്ങനെ ഒരു എനിക്ക് കിട്ടിയപ്പോൾ എനിക്കറിയാം. അന്ന് രാവിലെ എന്നെ വിളിച്ചു, എൻ്റെ മോനെ വിളിച്ചു, ഞാൻ UK പറഞ്ഞപ്പോൾ എനിക്ക് ഈ സംഭവം തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനത് മോശമായിട്ട് പറയല്ല, കിട്ടിയ എന്നൊരു തോന്നൽ വന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ പണ്ടായിരുന്നു, ചിലപ്പോൾ തോന്നിയേനെ. പിന്നെ ഈ പ്രായമൊക്കെ ആയില്ല, അതുകൊണ്ടൊക്കെ കുറച്ചുകൂടെ പുറകോട്ട് പോയായിരിക്കും. ഞാൻ ഈ ചേറാടിക്കറിയ സത്യത്തിൽ നമ്മളിപ്പം നടേശ കൊല്ലണ്ട എന്ന് പറയുന്ന ഡയലോഗിൻ്റെ മോഡുലേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള മോഡുലേഷൻ ആയതുകൊണ്ടാണ് അവിടെ അത് ഫിറ്റ് ആവുകയും ഇക്കാലഘട്ടത്തിൽ നമ്മളത് ട്രോളാക്കുകയും ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഒരു ലൗഡായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കറിയൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറിയെ ഓർത്തത്. അത്തരം ഒരു സിനിമയിൽ അത്തരത്തിലുള്ള പെർഫോമൻസ് വന്നേക്കാം. പക്ഷെ കറിയ വീണ്ടും വ്യത്യസ്തമായി. നമ്മൾ ഈ ട്രോളും പോലെ തന്നെ കറിയെ നമ്മളല്ലാതെ മനസ്സിലാക്കുന്നുണ്ട്. കറിയുടെ ഒരു ക്യാരക്ടറും മാനറിസും ഒക്കെ അത് കുറച്ചുകൂടെ ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് ഇളകി പെർഫോം ചെയ്യുന്ന അജു ഒക്കെ പറയില്ലേ, അതേപോലെ ഒരു ഇളകി പെർഫോമൻസ് ആയിരുന്നില്ല അന്ന് മനസ്സിലായി. അതിനകത്തൊരു അന്നത്തെ ഒരു എൻ്റെ പ്രശ്നം വെച്ചാൽ, ഞാൻ അന്ന് വരെ എന്നെ ആൾക്കാർ കാണുന്നത് ഈ പറഞ്ഞ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടും സുരേഷ് ഗോപി. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകൻ എന്നോട് വന്നിട്ടുണ്ട്, പണ്ട് അങ്കിളിൻ്റെ അച്ഛൻ്റെ പടം കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ അച്ഛനെ പിള്ളേരൊക്കെ തല്ലാൻ വരുമ്പോൾ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പോഴും അങ്കിള് വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമാണ്. അപ്പോൾ അങ്കിളുണ്ടല്ലോ എന്ന്. അപ്പം അവനോട് ഈയിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു പ്രേക്ഷകരെന്ന് കണ്ടത്. അങ്ങനെയുള്ള ഒരു ഇമേജ് മീൻസ് അങ്ങനത്തെ ഒരാളായിട്ട് എന്നെ പ്രേക്ഷകൻ കാണുന്നത്, ആ പ്രായവും ഒക്കെ. അപ്പം അങ്ങനത്തെ ഒരാൾ പെട്ടെന്ന് ഇയാളാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ മേക്ക് ബിലീഫാണല്ലോ ഈ സിനിമ, അഭിനയം, ക്യാരക്ടർ മേക്ക് ബിലീഫാണ്. അതാണെന്ന് നമ്മൾ തോന്നിപ്പിക്കുക. സ്റ്റേജിൽ ആ കുഴപ്പമില്ല. നാടകം കാണാൻ വരുന്ന പ്രേക്ഷകൻ വെറും ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. അവനാ അവിടെ വരുന്ന കഥാപാത്രത്തെ കാണുന്നുള്ളൂ. പിന്നെ ആ കഥാപാത്രത്തിൻ്റെ വളർച്ച എല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുക. അതൊരു ഗ്രാജുവൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ കണ്ടിന്യൂഷൻ ഉണ്ട്, ഇമോഷണൽ കണ്ടിന്യൂഷൻ ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ വളർച്ച ഇതെല്ലാം പ്രേക്ഷകൻ നേരിട്ട് കാണും. അപ്പോൾ പ്രേക്ഷകൻ വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. സിനിമയിലല്ല, സിനിമ നടന്നുള്ള ഇമേജും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം അഭിനയിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ആ ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നു, അത് ചെറിയ ഓവർഡൂ ഉണ്ട് അതിനകത്ത്, ശകലം. എന്നുവെച്ചാൽ അയാൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അയാളെ നമ്മൾ സ്വപ്പം ഒരു പെർഫോം ചെയ്യണം. എങ്കിലേ അയാൾ അങ്ങനത്തെ പെർഫോമറാണ്. അയാളെ വന്ന് അയാൾക്ക് സുരേഷ് ഗോപിയുടെ ഒക്കെ അടുത്ത് വന്നിട്ട് അയാൾ ഇത് എന്താ എന്താളേക്കൊക്കെ വിളിച്ചു. അയാളുടെ വലിപ്പമൊന്നുമല്ല അയാൾക്ക്. അയാളുടെ കണ്ണിൽ സുരേഷ് ഗോപി കുത്തുമ്പോൾ അയാളെ സ്പിങ്ഡർ മസിൽ ലൂസായിട്ട് മൂത്രം പോകും. പക്ഷെ എന്നാലും അയാൾ പറയില്ല. അത്ര സ്തബോൺ ക്യാരക്ടർ. അത് വിശ്വസിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇളകിയ ആട്ടം വേണം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണോ ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ന്യൂഡൽഹിയാണ് ഒരു ബ്രേക്ക്.
അതിന് മുമ്പ് ഉയരും ഞാൻ നാടക എന്ന് പറയുന്ന സിനിമയിൽ ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വേഷം ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ഫസ്റ്റ് സിനിമ മുതൽ ഇങ്ങോട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ന്യൂഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ ചരിത്രത്തിലെ ഒരു ബ്രേക്ക് ആയിരുന്നു. മമ്മൂക്കയെ ഇന്നത്തെ മമ്മൂക്കയാക്കുന്നതിൽ ആദ്യത്തെ സിനിമ ഡെന്നീസ് ജോസഫ് ജോഷി എന്ന് പറയുന്ന കൂട്ടുകെട്ടിന്റെ, അതായത് അപാരമായിട്ടുള്ള സിനിമകൾ തന്നിട്ടുള്ള ഒത്തിരി സിനിമകൾ ഹിറ്റുകളുണ്ട്. പക്ഷെ ഡൗൺഫോൾ വന്നിട്ട് അന്നേരം ജോഷിയുടെ പടങ്ങൾ കുറച്ച് മോശമായി, ജൂബിലിയുടെ പടങ്ങൾ മോശമായി, മമ്മൂട്ടിയുടെ പടങ്ങൾ മോശമായി നിൽക്കുന്ന സമയത്ത് ഡെന്നീസിന്റെ പടങ്ങൾ മോശമായി. ന്യൂഡൽഹി അങ്ങനെയാണെങ്കിൽ ഒരു ബ്രേക്ക് ആയിട്ട് കരുതാമോ? അല്ല, എന്നെ സംബന്ധിച്ച ന്യൂഡൽഹി ബ്രേക്കാണ്. ബ്രേക്ക് എന്ന് വെച്ചാൽ ഉയരഞ്ഞ നാടാകെ ഈ ശബ്ദത്തെ ശബ്ദം പ്രേക്ഷകൻ അന്ന് ഏറ്റവും മെയിൻ വില്ലൻ ഞാനാ. അപ്പോഴൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചു. അതാണ് ഏറ്റവും ആദ്യമായിട്ട് എനിക്കൊരു മൊമെന്റ് കിട്ടിയത്. 100 ദിവസവും എൻ്റെ ഓടി അങ്ങനെ. അപ്പം അന്നൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേ ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഇപ്പം ഇന്നും ന്യൂഡൽഹിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ചാനലുകളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമ അതായിരിക്കും. ന്യൂഡൽഹി, കിലുക്കം, കിരീടം, അങ്ങനെ കുറേ സിനിമകളുണ്ട്. അതിപ്പോഴും ആൾക്കാർ കാണാൻ തയ്യാറായിട്ടില്ല, ഇപ്പോഴും ഫ്രഷാണ്. അപ്പം അങ്ങനെ സിനിമയുടെ ഭാഗമായി. മാത്രമല്ല അത് തെലുങ്ക്, ഹിന്ദി, കന്നഡ ഈ എല്ലാ ഭാഷയിലും അഭിനയിക്കാൻ പറ്റി. തെലുങ്കിലെ കൃഷ്ണംരാജു ആയിരുന്നു മമ്മൂട്ടിക്ക് പകരം, കന്നഡത്തിലെ അംബരീഷ്, അങ്ങനെ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റി. പിന്നെ ജിതേന്ദ്ര ആയിരുന്നു ഹിന്ദിയിൽ. അപ്പോൾ ഇതെല്ലാം 4 ഭാഷയിൽ അഭിനയിക്കാൻ പറ്റി. അതൊക്കെ വലിയ കാര്യമല്ലേ. അപ്പം അന്ന് മുതൽ ഈ പറഞ്ഞ അല്ല, അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമ ഫുൾ ടൈം സിനിമയല്ല. സിനിമയുണ്ടെങ്കിൽ സിനിമയിൽ പോയി അഭിനയിക്കും, ഇല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കും. പിന്നെ തിരക്കായതാണ് ന്യൂഡൽഹിക്ക് ശേഷം. എനിക്കിഷ്ടമുള്ള രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്നത്, അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ക്യാരക്ടേഴ്സും നായക കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. പക്ഷെ രാംജി റാവുലേക്ക് എത്തുമ്പോൾ രാംജി റാവു വേറൊരു ജോണറിന്റെ തുടക്കമാണ്. ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള, നമ്മളെ ചിരിപ്പിക്കുന്ന. അപ്പോൾ പിൽക്കാലഘട്ടത്തിൽ സൂപ്പർ ഹിറ്റായിട്ടുള്ള മേലെപ്പറമ്പിൽ ആൺവീടിലേക്ക് വരുന്ന ഒരു ക്യാരക്ടർ, ഒരു സാധനമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാംജി റാവുവിലെ ഒരു കാരിക്കേച്ചർ ഇല്ലേ, അതൊരു രസമുള്ളൊരു പരിപാടിയാണ്. My name is Ramji Rao. അന്ന് നമ്മൾ അയാളെ കണ്ടത് 2 തരത്തിലാണ്. ഒന്ന് സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ട് ആ ക്യാരക്ടർ വരുന്ന സമയത്ത്. പക്ഷെ പിൽക്കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടത് കോമിക് ക്യാരക്ടറായിട്ടാണ്. അതൊരു ക്യാരക്ടർ അല്ല, പക്ഷെ കാരിക്കേച്ചർ, ഒരു കാർട്ടൂൺ വരയ്ക്കില്ലേ എന്ന് പറഞ്ഞ കാരിക്കേച്ചറിങ്ങാണ്. അതിനകത്ത് ഈ പറഞ്ഞ വേഷം അതായത് രാംജി റാവു എന്ന് പറഞ്ഞ ഒരാള് അന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഇവിടെ അങ്ങനെ ഒരാളുണ്ടോ? അന്ന് ഇവിടെ ബംഗാളികളും ബീഹാറികളും ഒന്നും വന്നിട്ടില്ല, വരാത്തൊരു കാലമാണ് രാംജി റാവു. അപ്പോൾ പുറത്തുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയോ അപ്പോൾ അന്ന് ഞാൻ അയാളെപ്പറ്റി ഒരു നല്ല അജാനബാഹു മനുഷ്യനായിരിക്കും. എനിക്ക് അത്രയും പൊക്കമില്ല എന്നൊക്കെ എനിക്ക് തന്നെ എന്നെപ്പറ്റി. അപ്പം ഞാൻ ഈ പറഞ്ഞ എപ്പോഴും ഞാൻ എന്നെപ്പറ്റി ആലോചിക്കും. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ലോങ് ഫേസ് ആവണം, ഒരു കൃതാവും ഇവിടെ നീട്ടിക്കഴിഞ്ഞാൽ മുടി കുറച്ച് പുറത്തോട്ട് വടിച്ച് പറ്റ ചെയ്യപ്പോൾ ലോങ് ഫേസ് ആയി. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ആ ഫിഗർ കിട്ടുന്നത്. ആ ഫിഗറാണ് ഒരു, പിന്നെ അത് അതിൻ്റെ ഒരു ഇമോഷണലായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. ഒരു അഭിനേതാവിൻ്റെ അഭിനയ പ്രകടനങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് ശബ്ദ നിയന്ത്രണത്തിൽ കൂടെയുള്ള മാത്രമേ ഹ്യൂമർ ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ ശബ്ദ നിയന്ത്രണത്തിലാണ്. ഓഫ് ചെയ്തു എന്നൊക്കെ പറയുന്നില്ല, അപ്പോഴാണ് ഹ്യൂമർ ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും അത് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെയും അവരുടെ ഡയറക്ടറുടെയും എടുക്കാണ് അവിടെ ആ ഹ്യൂമർ ഉണ്ടായത്. ഇത്രയും വലിയൊരു വില്ലൻ എന്ന് പറഞ്ഞ പുള്ളി മൂത്രത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് വലിയൊരാളെന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു പൊട്ടൻ, ഈ ഒരു മണ്ടനും കൂടെ ഉണ്ട് അതിനകത്ത്. ഇത് രണ്ടും കൂടെ അവരുടെ പറച്ചിലാണ് ആ കഥാപാത്രത്തിന് ഹ്യൂമർ ഇതുണ്ടാകുന്നത്. അല്ലാതെ ഒരു പെർഫോമൻസ് അല്ല. അതേസമയത്ത് മേലെപ്പറമ്പിലാണ് വീടല്ല, പെർഫോമൻസ് ആണ്. പക്ഷെ ക്യാരക്ടർ, അതൊരു ക്യാരക്ടറാണ്. ആ അച്ഛനെ പേടിച്ചു, ഈ എല്ലാം പ്രായമൊക്കെ ഉണ്ട്, കാമമുണ്ട്, പെമ്പിള്ളേരോടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നോക്കണമെന്ന്. പക്ഷെ അച്ഛന് തൂറോളം പേടിയെന്ന് നമ്മൾ പറയില്ല എന്ന് പറഞ്ഞ പോലുള്ളൊരു സ്വഭാവമുള്ള ഒരാൾ. തടിയും മിടുക്കമൊക്കെ ഉണ്ട്, പ്രായമൊക്കെ, പക്ഷെ വീട്ടിൽ തന്നെ വന്ന് കളയും ഒക്കെ ആയിട്ട് അച്ഛൻ പറയുന്നത് കേട്ടനുസരിച്ച് അച്ഛനെ പേടിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്. മറ്റേ രാംജി റാവുവിന് അങ്ങനെ പ്രത്യേക ക്യാരക്ടർ നമുക്ക് പറയാൻ പറ്റില്ല. അയാൾക്ക് ഒരു ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് അത് വെച്ച് വില പറയുക. അയാൾക്ക് വേറെ കുട്ടി മരിച്ചാലോ ഒന്നും അയാൾക്ക് പ്രശ്നമല്ല. അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള ഒരാൾ. അതിനകത്തൊരു വേറെ ഡയമെൻഷനൊന്നുമില്ല. പിന്നെ മേലെപ്പറമ്പിൽ
അവൻ്റെ ഒരുപാട് ഒരു അവസ്ഥകളുണ്ട്, ഒരു മാനുഷികമായിട്ട് ഒരുപാട് വികാരങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അതാണ് അതിനകത്തെ ഹ്യൂമർ. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റൈലുണ്ട്. രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. ശരിക്കും പുള്ളിയുടെ പല തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹ്യൂമറും ഭയങ്കര രസമായിട്ട് കൈകാര്യം ചെയ്യും. അച്ഛൻ പോയാൽ ഞാൻ ഇറങ്ങിക്കോളാം. ഹ്യൂമറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന പടമാണ് മേലെ. അപ്പൊ എന്നോട് പലരും പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ ചെറിയ വേഷമാണ് ശരിക്കും പോലെ, എന്നോട് പലരും പറയുമ്പം പ്രത്യേകിച്ച് ഇപ്പം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ ക്യാരക്ടറിനെ പറ്റി. എനിക്കൊന്ന് ഇങ്ങനെ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് തോന്നുന്നു ഈ രാജസേനന്റെ. ഷാജി കലാസ്, രഞ്ജി പണിക്കർ ടീമിന്റെ ഒരു കാലം, ജോഷി സാറിൻ്റെമായിട്ടുള്ളൊരു സൗഹൃദം, ഇതൊക്കെ ഒരു സിനിമയിൽ കുറേ നല്ല വേഷങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഷാജി രഞ്ജി പണിക്കർ അവരുടെ ഷാജിയുടെ ഫസ്റ്റ് ഫിലിമിൽ ഞാനുണ്ട്. ന്യൂസ് എന്ന് പറഞ്ഞ സിനിമയാണ് ഷാജി. അന്ന് ഞാൻ എന്നെ വിളിച്ചിരുന്നു. അത് മുതൽ ഞാനുണ്ട്. അത് കഴിഞ്ഞ് മറ്റേ സ്ഥലത്തെ പ്രധാന വയൻസ് തലസ്ഥാനം. അതെ തലസ്ഥാനം തോന്നുന്നു വേറൊരാളെ എഴുതാൻ വന്നതാണ്. എഴുതാൻ വന്നാൽ എന്തോ ശരിയാകാതെ വന്നിട്ട് അങ്ങനെയാണ് രഞ്ജി പണിക്കർ വരുന്നത്. അപ്പൊ രഞ്ജി വന്നപ്പോൾ രഞ്ജി അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടാണ്. ഷാജിക്ക് മുൻപേ എൻ്റെ സുഹൃത്താണ് രഞ്ജി പത്രപ്രവർത്തകനായിരുന്നു മാതൃഭൂമിയിൽ. അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട്, അങ്ങനെ എനിക്കറിയാം. അല്ലാതെ ഞാൻ പലതിന് മുമ്പ് മമ്മൂട്ടിക്കൊരു ഇതുണ്ടായിരുന്നു, സുറുമി എന്ന് മറ്റേ പറഞ്ഞൊരു കാസറ്റ്, പണ്ട് കാസറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് മുതൽ എനിക്കറിയാം. ഇപ്പം രഞ്ജി വന്നപ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമായി. ആ സ്വാതന്ത്ര്യം കാരണമാണ് ഞാൻ ചേറാടിക്കറി എനിക്ക് അഭിനയിക്കാൻ പറ്റിയത്. അതെനിക്ക് വേറൊരു വേഷമാണ്. അപ്പം ഞാൻ അത് വേണ്ട, എനിക്ക് വേറെ എന്നൊക്കെ പറയാലോ, എനിക്കത് വേണ്ട ഇത് വേണമെന്ന് പറയുന്ന അത്രയ്ക്കുള്ള സൗഹൃദമുണ്ട്. പിന്നെ രഞ്ജിയുടെ ആ പടത്തിൽ അഭിനയിച്ച പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് കൂടി ആസ് എൻ ആക്ടർ. അന്നൊക്കെ ഈ മലയാള സിനിമയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു നടൻ, അപ്പം ഞാനെന്നല്ല ഏതൊരു നടനാണെങ്കിലും ആ നടൻ വന്ന് ഞാൻ നടൻ്റെ ഇമേജ് ഉണ്ടാവും. ആ ഇമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇമേജിൽ കിടന്ന് കളിക്കേണ്ടി വരും. അയാളെ അങ്ങനത്തെ കഥാപാത്രം വിളിക്കുമ്പോൾ അച്ഛനായിട്ട് വന്നാൽ അച്ഛനായിട്ട് തന്നെ വരും, അമ്മാവൻ ക്യാരക്ടർ അമ്മാവൻ ക്യാരക്ടർ തന്നെ എന്ന് പറയുന്ന പോലെ അവസ്ഥ ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ. ആ സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു എടുത്തുചാട്ടം ചെയ്തത് ഞാനാന്ന് തോന്നണം. വളരെ വ്യത്യസ്തമായ കഥാപാത്രം. ആ പ്രായത്തിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വേറെ ചെയ്തിട്ടുണ്ടോന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇല്ലെന്ന് എൻ്റെ ഇപ്പോഴത്തെ എനിക്ക് തോന്നണേ, എനിക്കറിയില്ല കേട്ടോ. അപ്പം അതിനൊരു ഭയങ്കര റിസ്ക് ഉണ്ട്. അത് ബോറാണെങ്കിൽ നമ്മുടെ ലൈഫ് പോയി. അപ്പം പിന്നെ രഞ്ജി താൻ ചെയ്യുമോ? ഞാൻ ചെയ്യും. ഇവിടെ ഒരു വയസ്സൻകാരനാണ്, ഞാൻ ചെയ്യാം, വന്നാൽ താൻ ചെയ്യും. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് രഞ്ജി പറഞ്ഞു. ഷാജി വിളിച്ചോടാ ഇങ്ങനെ മാതിരി കുട്ടനെ ചെയ്യാന്ന് ചെയ്യട്ടെ, ചെയ്തോളൂ. അപ്പം ഇത് പറയുമ്പോൾ നമുക്കൊരു പിന്നെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഈ കടലിൽ പിടിച്ചിട്ട് നീന്താൻ പറയുന്ന പോലെയാണ്. അതിൻ്റെ ഒരു ടെൻഷൻ ഭയങ്കരമാണ് ഓരോ നിമിഷവും. പിന്നെ ഇത് ഓരോ ഇങ്ങനെ കെട്ടി നമ്മൾ സൈക്കിളിൽ കയറുന്ന പോലെ ബാലൻസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പോകും. പക്ഷെ അതിൻ്റെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അന്നെൻ്റെ ആവേശത്തിന് ഞാൻ കയറി പിടിച്ചത്. അതെങ്ങാനും ചളവായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോയി. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ അതെനിക്കൊരു പിന്നീട് രഞ്ജി എഴുതിയ കിങ്ങിനകത്ത് ഒരു ആബ്സെന്റ് മൈൻഡ് ആയിട്ട് ശരിക്കും പ്രായമൊക്കെ ആണ്. അതിപ്പോൾ ഒരു വ്യത്യസ്തമാണ് ആ കഥാപാത്രം, മമ്മൂസിൻ്റെ ഫ്രണ്ടായിട്ട്. അതുപോലെ മാഫിയ, ഒരു കാലിന് ഡിസബിലിറ്റി ഉള്ളൊരു ശിവപ്പ എന്ന ക്യാരക്ടർ, അതും വ്യത്യസ്തമായ. പിന്നെ രഞ്ജിയുടെ തന്നെ രൗദ്രം. എന്നെ അറിയാവുന്നതുകൊണ്ടേ ഒരു ആക്ടറും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും തമ്മിലുള്ള ബന്ധമാണ്. ഇയാളുടെ ഔട്ട്പുട്ട് എന്തുമാത്രം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. അപ്പം അതൊരു വലിയ കാര്യമാണ്. ഇപ്പം എന്നെ പൂക്കാലം എന്ന സിനിമയെ വിളിച്ചാൽ അവർ എന്നെ വിളിക്കുന്നു എന്നുള്ളതിൽ വലിയ കാര്യം. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ കഥാപാത്രം എന്നിൽ എത്തുന്നു എന്നുള്ളതാണ്. കിഷ്കിന്ധാഘാതത്തിലെ കഥാപാത്രം എന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. അതിന് ഇയാള് കുഴപ്പമില്ല, ഇയാളെ ചെയ്യും എന്നൊരു വിശ്വാസം അവർക്കുള്ളതുകൊണ്ടല്ലേ. അപ്പം ആ വിശ്വാസം ഉണ്ടാക്കാൻ എങ്ങനെയോ കാലങ്ങൾ കൊണ്ട് എനിക്ക് പറ്റിയാലും സംഭവിച്ചതാണത്. പക്ഷെ കഥാപാത്രം എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പം അവാർഡ് കിട്ടുന്നു എന്ന് പറഞ്ഞതിനെക്കാട്ടിലും വലിയ കാര്യം, വലിയൊരു അവാർഡെന്ന് പറയുന്നതാണ്. നമ്മളെ തിരക്കി, അതായത് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കും ഒരു സംവിധായകനും അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായ ബോധമുണ്ട് നമ്മുടെ സിനിമ എന്തായിരിക്കും. അതിന് ഇയാൾ പറ്റും എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ അവാർഡായിട്ട് തോന്നുന്നത്. അല്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്? അപ്പം അതൊരു 100 പേര് കാണികളിൽ 1,00,000 പേരുണ്ടാവും, അല്ല കോടി ആൾക്കാരുണ്ടാവും. പക്ഷെ ആ കോടി ആൾക്കാരിൽ 1,00,000 പ്രേക്ഷകരിൽ നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ എനിക്ക് ഈ കഥാപാത്രത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇയാൾ പറ്റും അവരുടെ ഒരു കാഴ്ചപ്പാടില്ലേ, അതല്ല ഏറ്റവും വലിയ അവാർഡ്.
അതുപോലെ ഞങ്ങളിപ്പോഴും ക്യാരക്ടേഴ്സിന്റെ പേര് വരെ ഓർക്കുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര രസമാണ്. പഴയ കാലം ഓർക്കുമ്പോൾ ഇപ്പോൾ കമ്മീഷണറിലൊക്കെ ഈ സുരേഷ് ഗോപിയുടെ കൂടെ നടന്നിട്ട് മരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട്. തിയേറ്ററിൽ അന്ന് കണ്ട സങ്കടം എന്ന് പറയുന്നത് അതൊരു ഫാമിലി മാൻ ആണെന്ന് കാണിക്കുന്നത്. അതിന്റെ ബ്രില്യൻസ് ആണ് രഞ്ജിയുടെയും ഷാജിയുടെയും ഒക്കെ ഒരു ആ സ്ക്രിപ്റ്റിലെ ഇയാൾ എന്നെ പരിചയപ്പെടാൻ വരുമ്പോൾ ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം ചപ്പാത്തി എന്താ കൊടുക്കുമ്പോൾ പിള്ളേരെനിക്ക് പാത്രത്തിൽ തട്ടുന്ന എന്ന് പറഞ്ഞിട്ട് അവരെ പഴക്ക് പറഞ്ഞ് ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വെടിമരുന്നിന്റെ ഒരു ഒഴുക്കായിരുന്നു. ഒരു അച്ഛനും അമ്മയും എല്ലാം കൂടെ കൂടിയ അവസ്ഥയിൽ ഒരാളാണ്. അപ്പൊ ആക്കാക്ക് പെട്ടെന്ന് കുട്ടി ഫാമിലി അയാളുടെ മരണം പ്രേക്ഷകർ ഭയങ്കര അതാണ് ഡയറക്ടറുടെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ വർക്കാണത്. നമ്മളെ ടൂളാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ കുറേ ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിൽ അച്ഛൻ്റെ കുറേ നാടകങ്ങൾ അത് കണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടാണ് കുടുംബത്തിലെല്ലാം കൂടെയാണ് നാടകം നടത്തിയത്. അതിനകത്തും ചിറ്റയെ കുറിച്ച് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. ഓമന എന്നായിരുന്നു പേരുന്നത്. ചിറ്റയ്ക്ക് ഒരു കൂടി വന്ന 40-45 കിലോ ആകെ ഭാരമുള്ളൂ. ചെറിയൊരാളാണ്. പക്ഷെ ചിറ്റ സ്റ്റേജ് വന്നാൽ ഇത്രയും എത്ര പേര് നിന്നാലും ചിറ്റയെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ ആൾക്കാർ. സ്റ്റേജ് പ്രസൻസ് എന്ന് പറയില്ലേ, അത് അപാരമാണ് അവരുടെ. അത് അവരുടെ നിപ്പം എന്താണെന്നറിയില്ല. അതൊരു വലിയൊരു ഓറ, ഒരു വലിയ അവരുടെ ഒരു ഹാലോ ഉണ്ട്. ആ ഹാലോ ചുമ്മാ ഉണ്ടാകുന്നില്ല, അവർ സൃഷ്ടിക്കുന്നത്. ഇപ്പം നമ്മൾ ആൾക്കൂട്ടത്തിൽ ഒരുപാട് പേര് നിൽക്കുമ്പോൾ ഒരാളെ ശ്രദ്ധിക്കണമെങ്കിൽ ആ ആളിലൊരു പ്രത്യേക ഓറയുണ്ട് എന്ന് പറഞ്ഞാൽ ചിറ്റയ്ക്കും അത് ഭയങ്കരമുണ്ട്. പിന്നെ ചിറ്റ അത് ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആ ആള് കഥാപാത്രമായി തീരുമ്പോഴത്തേക്കും അവിടെ നിപ്പും നടപ്പും നോട്ടവും ഈവൻ ഹിമവെട്ടൽ പോലും വ്യത്യസ്തമായിരിക്കും. അത്ഭുതം അത്. പിന്നെ ബോഡി കൊണ്ട് ഇപ്പം ഒരു പുറകോട്ട് വളഞ്ഞൊരു വല്യമ്മയുണ്ട് ചിറ്റ അഭിനയിക്കുന്നത്. വല്യമ്മ പുറകോട്ട് വളഞ്ഞു. ചിറ്റ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരാളാന്നേ തോന്നുള്ളൂ. ഒരിക്കലും അത് അഭിനയിക്കാൻ തോന്നില്ല. അങ്ങനെയാണ് അവരങ്ങനെ ഈ വളഞ്ഞ ആൾ ചിലപ്പം താഴേന്ന് സാധനമൊക്കെ എടുക്കും, പിന്നെ എടുത്ത് വയ്ക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇയാൾ അങ്ങനത്തെ ഒരാളാണ്. അവരുടെ ദുഃഖങ്ങളിലൊക്കെ അവരങ്ങനെയാണ്. കാമാലിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വർഷങ്ങളായിട്ട് ബോംബെ പോയി താമസിച്ച് ഇപ്പോൾ പ്രായമായി. പ്രോസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു പണ്ട്. ഇപ്പം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ അവരുടെ കണക്കെഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന കടയ്ക്കാവൂർ കാലത്തെയാണ്. കടയ്ക്കാവൂർ അത്ത എന്നാണ് പേര്. ഹിന്ദിയൊക്കെ പുള്ളി പറയുള്ളൂ. അച്ഛാ. പിന്നെ ഈ മലയാളി ഹിന്ദി പറഞ്ഞിട്ട് ഹിന്ദി മാത്രമേ അറിയാവുള്ളൂ എന്ന് പറയുന്നതിൽ അങ്ങനെ ക്യാരക്ടറാണ്. അത് ചുറ്റും നടപ്പും ഒരു ചെറിയ കുണുക്കമുണ്ട്. വർത്തമാനം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. അപ്പം അച്ഛൻ ഈ ക്യാരക്ടർ ചിറ്റോട് പറഞ്ഞു കൊടുത്തത് ഒരു അത്ഭുതമായ സംഭവമുണ്ട്. അപ്പോൾ ചിറ്റോടൊപ്പം ചിറ്റയ്ക്ക് ചിറ്റ അങ്ങനെ ഹിന്ദിക്കാരെ അറിയാൻ മേല. ചിറ്റ നമ്മളെ നാട്ടിൽ വളർന്ന ആളാണ്. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ക്യാരക്ടറിനെ പറ്റി അച്ഛൻ പറഞ്ഞ് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകും. അതാണ് അച്ഛൻ പറയുന്നതിൻ്റെ പ്രത്യേകത. അപ്പം ചിറ്റ പറഞ്ഞു പണ്ട് വ്യഭിചാരം പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ അന്നത്തെ കാലത്ത് ചിലപ്പം ഇവർക്ക് ഈ രോഗങ്ങൾ വരാം. ഇപ്പം അന്ന് സിഫിലിസ് പോലെയുള്ള ഈ വെനറൽ ഡിസീസസ് ഒക്കെ വരാം. അതിൻ്റെ സെക്കൻഡറി സ്റ്റേജൊക്കെ വന്നാൽ ചിലപ്പം ഈ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും. അപ്പം ചെറിയ ഒരു ഇതൊക്കെ വരാം. അത് നിനക്ക് അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് പിന്നെ അതിന് വലിയ ഇതൊക്കെ കൊണ്ടുവരണം, ട്രേ ഒക്കെ പിടിച്ചുകൊണ്ടൊക്കെ വരണം. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ട്രൈ ചായയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചില സാധനങ്ങൾ ആ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് പെരുമാറുന്ന സിറ്റുവേഷൻസിൽ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്യാരക്ടേഴ്സിന് ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ, മാനേഴ്സൊക്കെ. അപ്പം ചിറ്റ അത് അങ്ങനെയാണ് ചിറ്റ ഈ കുണുക്കം വന്നത്. അപ്പം ഇങ്ങനെ രോഗം വന്ന് അതിൻ്റെ സെക്കൻഡറി സ്റ്റേജ് കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഈ നെർവസ് സിസ്റ്റത്തെ ബാധിച്ചാൽ എങ്ങനെ ഉണ്ടാകും. അത് ചിറ്റത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ തലേ കൈവച്ച് പോയി. പെർഫെക്റ്റ് എന്ന് പറയും. അപ്പം അന്ന് അച്ഛൻ ഇങ്ങനത്തെ രോഗികളെ അനവധി കണ്ടു. മലേഷ്യയിൽ അച്ഛൻ ഈ മലായിൽ ഇരുന്ന സമയത്ത് ഈ രോഗം അവിടെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ പെൻസിലിൻ കണ്ടുപിടിച്ച നാളാണ്. പെൻസിലിൻ കണ്ടുപിടിച്ച പിന്നെയാണ് ഈ രോഗം മാറുന്നത്. പെൻസിലിനാണ് ഇതിൻ്റെ. അപ്പം അല്ലാതെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടുപിടിച്ച് റബ്ബർ എസ്റ്റേറ്റിൽ പറ്റി ഈ അവിടെ തമിഴിയൻസും തെലുങ്കരും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ജോലിക്കാരായിട്ട് വന്നിരിക്കുന്നത്. അതിനൊക്കെ ചീരന്മാർ ഇവനൊക്കെ ഈ അസുഖമുണ്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെ അച്ഛൻ ആത്മാവ് എഴുതിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞിട്ട് ഇത് ചിറ്റ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ പറഞ്ഞ് അതിലേക്ക് ചിറ്റ എത്തിക്കുക എന്നുള്ള അച്ഛൻ്റെ ഒരു ബ്രില്യൻസ് ആണ്. അത് ചിറ്റ ആകുന്ന ആ പ്രക്രിയയാണ് എന്നെ നയിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അച്ഛനെ അഭിനയത്തിനെ പറ്റി പറയുന്നു. അതിൻ്റെ ഒരു എന്നാ നേർക്കാഴ്ച ഞാൻ കാണുന്ന ചിറ്റയിലാണ്.
അച്ഛൻ അഭിനയിക്കുമ്പോൾ അച്ഛന് എൻപിള്ള എന്നൊരു ഇമേജ് ഉണ്ട്. അച്ഛൻ സ്റ്റേജ് വരുമ്പോൾ എൻപിള്ള എന്ന് പറഞ്ഞൊരു ആ ഒരു ഞാൻ പറഞ്ഞത് ഇമേജ് വെച്ചിട്ടാണ് അച്ഛനെ കാണുന്നത്. ചിറ്റയെ കാണുന്ന ഇമേജ് വെച്ചിട്ടില്ല, ചിറ്റയെ ക്യാരക്ടറായിട്ടാണ് കാണുന്നത്.